നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനും വീട്ടിൽ പണവരവ് വർദ്ധിക്കുവാനും ഉള്ള പണം അല്ലെങ്കിൽ ധനം കയ്യിൽ നിലനിൽക്കുവാനും രാവിലെ ഉണർന്ന ഉടൻ തന്നെ വെറും 11 തവണ ഇതൊന്ന് എഴുതി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. എന്താണ് എഴുതേണ്ടതെന്നും അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറി വീട്ടിലേക്ക് പണം ആകർഷിച്ചു കൊണ്ടുവരാനുള്ള ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ, മന്ത്രജപങ്ങൾ, നാമജപങ്ങൾ കൂടാതെ വഴിപാട് രീതികൾ എന്നിങ്ങനെ വളരെ എഫക്റ്റീവായ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായി ആർക്കും ചെയ്യാൻ സാധിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ്. ഇനി ഇത് ചെയ്യുവാൻ മന്ത്രജപത്തിന്റെയോ പൂജയുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏതു മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. വളരെ പവർഫുള്ളായ ഒരു ആകർഷണ വിധിമുറയാണിത്. അതായത് നിയന്ത്രണമില്ലാതെ പണവരവുണ്ടാക്കുന്ന രഹസ്യമായ ഒരു ഏഞ്ചൽ നമ്പറാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ പ്രയോജനപ്പെടുത്താൻ പോകുന്നത്. പൊതുവായി ഓരോ നമ്പറിനും പ്രത്യേകം ഊർജവും ശക്തിയുമുണ്ട്. ചില പ്രത്യേക നമ്പറുകൾ റിപ്പീറ്റഡായി നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ആ നമ്പറിലുള്ള ഊർജം അല്ലെങ്കിൽ ശക്തി നമുക്ക് ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം ഏഞ്ചൽ നമ്പറുകൾ ഉണ്ട്. ഇനി പറയാൻ പോകുന്ന ഈ ഏഞ്ചൽ നമ്പറിന് പണത്തെ കൂടുതലായും ആകർഷിക്കുവാൻ അല്ലെങ്കിൽ വശ്യം ചെയ്യുവാനുള്ള ഊർജം വളരെ കൂടുതലാണ്. ഇനി പറയുന്ന രീതിയിൽ റെഗുലറായി ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തി വന്നാൽ ജീവിതത്തിൽ ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതല്ല. ഇനി ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഒരു ഫ്രഷ് ആയിട്ടുള്ള നോട്ട്ബുക്കാണ് ആവശ്യമുള്ളത്. 80 പേജിന്റെ വരയിടാത്ത നോട്ട്ബുക്ക് എടുക്കുക. ഇനി ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എഴുതാത്ത നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഡയറിയോ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ദിവസവും ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഇതിനായി ഒരു ബുക്ക് മാറ്റി വെക്കുക. അതിലൂടെ നല്ലൊരു എനർജി നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുപോലെ ഇനി പറയാൻ പോകുന്ന ഏഞ്ചൽ നമ്പർ എഴുതുവാൻ പച്ച നിറത്തിലുള്ള പേന മാത്രമേ ഉപയോഗിക്കാവൂ. പച്ച നിറത്തിലുള്ള പേന, പെൻസിൽ, സ്കെച്ച്, മാർക്കർ, ഹൈലൈറ്റർ അങ്ങനെ ഏതുകൊണ്ടും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓരോ നിറത്തിനും ഓരോ തരത്തിലുള്ള ശക്തിയാണുള്ളത്. പച്ച നിറം നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിലൂടെ പണവരവ് വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല പണത്തെ വശ്യം ചെയ്യുവാനുള്ള ഊർജം പച്ച നിറത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിന് പച്ച നിറം മാത്രമേ പ്രയോജനപ്പെടുത്താവൂ. ഇനി ഈ ഒരു മെത്തേഡ് ആരംഭിക്കേണ്ടത് ഏത് ദിവസമാണെന്നാൽ വെളുത്ത പക്ഷത്തിൽ അല്ലെങ്കിൽ ശുക്ലപക്ഷത്തിൽ വരുന്ന ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ആരംഭിക്കാവുന്നതാണ്. ഇത് കൂടാതെ 3-ാം പിറ വരുന്ന ദിവസവും പൗർണമി ദിവസവും ഇത് ചെയ്യുവാൻ ആരംഭിക്കാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ ദിവസങ്ങളിൽ ഏത് ദിവസവും ഇത് നിങ്ങൾ ആരംഭിച്ചാലും ഉറങ്ങി എണ്ണീറ്റ ഉടൻ തന്നെയാണ് ഇത് എഴുതേണ്ടത്. ഇനി നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങി എഴുന്നേൽക്കുന്നത് ആ ഒരു സമയത്ത് ഇത് എഴുതാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് ആ ഒരു സമയത്താണ് ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ബ്രഷ് ചെയ്യണമെന്നോ കുളിക്കണമെന്നോ നിർബന്ധമില്ല. ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ, അതായത് നിങ്ങൾ ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്ന ഉടൻ തന്നെ ആദ്യം ഇനി പറയുന്ന കാര്യം 11 തവണ എഴുതിയാൽ മാത്രം മതി. ഇനി ഇത് എഴുതുവാൻ 2 മിനിറ്റ് മാത്രം മതിയാകും. വളരെ ലളിതമായ ഒരു ഏഞ്ചൽ നമ്പറാണിത്. എഴുതി തീർന്നതിന് ശേഷം നിങ്ങളുടെ മറ്റുള്ള ജോലികൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുലവാലായ്മ ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ തുടർച്ചയായി എല്ലാ ദിവസവും ഇത് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഒഴിവാക്കാനാവാത്ത കാരണത്താലോ അല്ലെങ്കിൽ സാഹചര്യത്താലോ മാത്രം ആ ഒരു ദിവസം ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ വേറെ ഒരു ദിവസവും അനാവശ്യമായി ഇത് നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിനചര്യ പോലെ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എവിടെയെങ്കിലും ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഒരു ദിവസം മാറി നിൽക്കേണ്ട ആവശ്യം വരുമ്പോഴും ഈ നോട്ട്ബുക്കും നിങ്ങളുടെ കയ്യിൽ എടുക്കാവുന്നതാണ്. ദിവസവും ഉണർന്ന ഉടൻ തന്നെ സന്തോഷമുള്ള മനസ്സോടു കൂടി വേണം ഇനി പറയുന്ന ഏഞ്ചൽ നമ്പർ എഴുതുവാൻ. ഇനി എന്താണ് എഴുതേണ്ടതെന്നാൽ ആദ്യം നിങ്ങളുടെ പേര് എഴുതുക. അതിനോടൊപ്പം തന്നെ 5701 എന്ന ഏഞ്ചൽ നമ്പർ കൂടി എഴുതുക. ഇനി പേരെഴുതുമ്പോൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാവുന്നതാണ്. ഇനി പേരെന്ന് പറയുമ്പോൾ ചിലർക്ക് ഒന്നിൽ കൂടുതൽ പേരുകൾ ഉണ്ടാകും.
നിങ്ങളെ കൂടുതലായും ഏതു പേരുപയോഗിച്ചാണോ വിളിക്കുന്നത് ആ ഒരു പേരാണ് എഴുതേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങൾ പഠിച്ച സ്കൂളിൽ, കോളേജിൽ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളെ കൂടുതലായും ഏതു പേരാണോ വിളിക്കുന്നത് ആ ഒരു പേര് എഴുതാവുന്നതാണ്. നമ്മുടെ പേരിന് പോലും ഊർജവും ശക്തിയുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും ഏതു പേരിലാണോ നിങ്ങൾ അറിയപ്പെടുന്നത് ആ ഒരു പേര് തന്നെ എഴുതുക. എടുത്തു വെച്ചിരിക്കുന്ന ബുക്കിൽ അല്ലെങ്കിൽ ഡയറിയിൽ നിങ്ങളുടെ പേര് എഴുതിയതിനു ശേഷം ആ പേരിനോട് ചേർന്ന് പണത്തെ ആകർഷിക്കുന്ന കൂടുതലായും വശ്യശക്തിയുള്ള ഈ ഏഞ്ചൽ നമ്പർ എഴുതുക. ഇനി പുതിയ നോട്ട്ബുക്കാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ആ നോട്ട്ബുക്കിലെ ആദ്യത്തെ പേജിൽ ഡിവൈൻ കൗണ്ട് എന്ന വാക്ക് എഴുതാവുന്നതാണ്. ഇത് ഒരു തരത്തിലുള്ള പണത്തെ ആകർഷിക്കുന്ന സ്വിച്ച് വേർഡാണ്. ഫസ്റ്റ് പേജിന്റെ സെന്ററിൽ തന്നെ ഒരേ ഒരു തവണ ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതിയാൽ മതിയാകും. അതിനുശേഷം നെക്സ്റ്റ് പേജ് മുതൽ ഇപ്പോൾ പറഞ്ഞ ഈ ഏഞ്ചൽ നമ്പർ എഴുതുവാൻ ആരംഭിക്കാവുന്നതാണ്. ഒരു ദിവസത്തിൽ കുറഞ്ഞത് 11 തവണ എഴുതിയാൽ മതിയാകും. ഇനി ഒരുപാട് സമയമുള്ളവരാണ് നിങ്ങളെങ്കിൽ 21 തവണയും ഒരു ദിവസം എഴുതാവുന്നതാണ്. ഇനി ഇത് എഴുതുമ്പോൾ കൗണ്ടിങ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ദിവസവും 11 അല്ലെങ്കിൽ 21 തവണ ഇത് എഴുതുക. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് എഴുതുവാൻ കൗണ്ടിങ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ 1 മുതൽ 11 വരെയോ അല്ലെങ്കിൽ 21 വരെയോ നമ്പർ ഇട്ട് വെക്കുക. അതിനുശേഷം ഇത് എഴുതാവുന്നതാണ്. ഇനി ഓരോ ദിവസവും ഓരോ പേജിലാണോ ഇത് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ദിവസം എഴുതുന്ന പേജിൽ വീണ്ടും സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു സ്പേസിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി എഴുതുമ്പോൾ വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതരുത്. വളരെ വ്യക്തമായി വായിക്കാൻ പറ്റുന്ന തരത്തിൽ വലിപ്പമുള്ള അക്ഷരത്തിൽ വേണം ഇത് എഴുതുവാൻ. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം ലഭിക്കണമെങ്കിലും ഇരട്ടി ഫലം ലഭിക്കണമെങ്കിലും ഒരു ചെറിയ ട്രിക്ക് കൂടിയുണ്ട്. ഈ ഏഞ്ചൽ നമ്പർ എഴുതി തീർന്നതിന് ശേഷം അതിന് മുകളിലായി കുറച്ച് സ്പ്രേ അല്ലെങ്കിൽ സെന്റ് നിങ്ങൾക്ക് പൂശാവുന്നതാണ്. നല്ല സുഗന്ധ വസ്തുക്കളായ അത്തർ, സ്പ്രേ, അരകച, പുണുക് ഇതുപയോഗിച്ച് ആ എഴുതിയതിന് മുകളിലായി ലൈറ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു കാര്യം ദിവസവും ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിൽ സെന്റ് അല്ലെങ്കിൽ അത്തർ പൂശാവുന്നതാണ്. ഇനി അത്തർ അല്ലെങ്കിൽ സെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ പേജ് മുഴുവനും നിറയുന്ന രീതിയിൽ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതിയാകും. ഇനി നിങ്ങൾ എഴുതിയ ആ നോട്ട്ബുക്ക് പൂർണ്ണമായും എഴുതി തീർന്നാൽ പുതിയൊരു നോട്ട്ബുക്ക് വാങ്ങി വീണ്ടും ഇത് തുടർന്ന് ചെയ്യാവുന്നതാണ്. പുതിയ നോട്ട്ബുക്ക് വാങ്ങുമ്പോഴും ഫസ്റ്റ് പേജിൽ ആദ്യം ഡിവൈൻ കൗണ്ട് എന്ന വാക്ക് എഴുതേണ്ടതാണ്. പഴയ നോട്ട്ബുക്ക് നിങ്ങൾ തന്നെ സൂക്ഷിച്ചു വെക്കുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞാലും കുഴപ്പമില്ല. എന്നാൽ ഒരു കാരണവശാലും എഴുതി തീർന്ന നോട്ട്ബുക്ക് വേസ്റ്റ് ബിന്നിൽ വലിച്ചെറിയരുത്. ഇനി എഴുതിക്കൊണ്ടിരിക്കുന്ന നോട്ട്ബുക്ക് എവിടെയാണ് വെക്കേണ്ടതെന്നാൽ നിങ്ങളുടെ വീട്ടിൽ എവിടെയും ഈ നോട്ട്ബുക്ക് വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾ എഴുതിയ ഈ നോട്ട്ബുക്ക് അനാവശ്യമായി മറ്റുള്ളവരെ കാണിക്കാനും പാടില്ല. ഇനി വീട്ടിലുള്ള അംഗങ്ങൾക്ക് മനസ്സിലായാൽ കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ സ്വയം ഇതെടുത്തു കൊണ്ടുപോയി മറ്റുള്ളവരെ കാണിക്കരുത്. കുറഞ്ഞത് 1 മാസം ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം. എങ്കിൽ മാത്രമേ നല്ല പോസിറ്റീവായ റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്യുക. തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ്. ഇനി ഇതെല്ലാം മൂഢവിശ്വാസമാണെന്ന് പറയുന്നവരോട് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ പണം ചെലവാക്കി ചെയ്യേണ്ട ഒരു മെത്തേഡ് അല്ല ഇത്. മാത്രമല്ല ഇത് ചെയ്യുവാൻ ഒരുപാട് സമയ നഷ്ടത്തിന്റെയും ആവശ്യമില്ല. ഇതിനെല്ലാം ഉപരി ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടാകുന്നതല്ല. മറിച്ച് പോസിറ്റീവായ മൈൻഡ് സെറ്റ് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ആകുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് മാത്രം ചെയ്തിട്ട് വെറുതെ കിടന്നുറങ്ങിയാൽ പണം വരുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള താന്ത്രികങ്ങളെല്ലാം പണത്തെ ആകർഷിക്കുന്നതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ് നമുക്ക് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല ഇതിലൂടെ പണം സംബന്ധമായ എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരുന്നതുമാണ്. നമ്മുടെ കഴിവും അധ്വാനവും വെളിപ്പെടുത്തുവാനുള്ള ശരിയായ സ്ഥലങ്ങൾ ഈ താന്ത്രികം നമുക്ക് കാട്ടിത്തരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു മെത്തേഡ് ചെയ്യുക. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.